ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡിങ്ങുമായും ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നമ്മളെ ബോട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കറൻസിയിൽ ഈ ഒരു ബോട്ട് അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ നമുക്കത് ലിമിറ്റഡ് ലോസ് ലിമിറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ റിസ്ക് മാനേജ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന് ADX എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററും പിന്നെ EMA എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററും വെച്ചിട്ടാണ് ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഏത് പേഴ്സിലും ഇത് വർക്ക് ചെയ്യിക്കാം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് കറൻസി NSD USDയിൽ എങ്ങനെയാണിത് വർക്ക് ചെയ്യിക്കേണ്ടതെന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഗോൾഡിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതുപോലെ ഗോൾഡിൽ എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. കറൻസിയിൽ ഇത് ഫസ്റ്റാണ്. അപ്പോൾ കറൻസിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അതേ സെറ്റിങ്സും കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പിപ്പ് വൈസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് അത് ബ്രോക്കറിൻ്റെ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കറൻസികൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടെസ്റ്റ് വേർഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ റെഫറിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. നിങ്ങൾ ഉപയോഗിക്കുന്ന XNS ആണെങ്കിൽ ആ XNSൻ്റെ റെഫറിലേക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് സ്റ്റാർട്ടേഡ് ഓപ്പൺ ചെയ്യാം, അൽപ്പാരി. അതുപോലെ തന്നെ മറ്റുള്ള ബ്രോക്കേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഞാൻ ടെലഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്റ്റാർട്ടേഡ് എന്ന് പറഞ്ഞ ബ്രോക്കറിൽ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഈ ഒരു ബോട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാമെന്നാണ് നോക്കുന്നത്. ഞാൻ $100 മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. കറൻസി ആകുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ $100 ഡെപ്പോസിറ്റിൽ എങ്ങനെയാണിത് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ADX 1 ഹവറിൽ നമുക്ക് ഗ്രീന് മുകളിലായിരിക്കണം. അതുപോലെ തന്നെ 15 മിനിറ്റിൽ നമ്മുടെ EMA 50ക്ക് മുകളിലായിരിക്കണം നമ്മുടെ ക്യാൻഡിൽ. എങ്കിൽ മാത്രമേ ഇത് ബൈ ഓർഡറുകൾ ഓപ്പൺ ആവുള്ളൂ. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ സെൽ ഓർഡർ ആയിരിക്കും എടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഈ ഒരു EMAക്ക് ഓപ്പോസിറ്റ് ക്രോസ് വരുമ്പോഴായിരിക്കും എല്ലാ എക്സിറ്റ് ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാസ്ക്കറ്റ് SL ഉപയോഗിച്ചാലും മതി. ആ രീതിയിലാണ് ഈ ഒരു ബോട്ട് വർക്ക് ചെയ്യുന്നത്. സ്കാൽപ്പർ ബോട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം MT5ലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ VPS സെർവർ വേണം. മൊബൈലിലൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ VPS സെർവർ ഞാൻ ഓണാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓണാക്കുമ്പോൾ നമുക്കതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലാണ്, ഞാൻ ജസ്റ്റ് ഇത് ലൈവ് അക്കൗണ്ടിൽ ഞാൻ VPS ഉണ്ടാകുന്നുണ്ട്. അതിലാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുക. നിങ്ങൾ MT5 ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് ബ്രോക്കറാണോ നിങ്ങളുടെ PC-യിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നിങ്ങൾ MT5 ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് ബ്രോക്കറാണോ നോക്കുക. നമ്മൾ സ്റ്റാർട്ടേഡ് ആണ്, സ്റ്റാർട്ടേഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണിക്കാം സ്റ്റാർട്ടേഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ലിമിറ്റഡ്. അപ്പോൾ സ്റ്റാർട്ടേഡ് പ്രൈം ഗ്ലോബൽ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടേഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ലിമിറ്റഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കണക്ട് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ട്രേഡ് അക്കൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് കൊടുക്കുക. നമ്മൾ ലോഗിൻ ID പാസ്വേഡ് എന്താ നോക്കാം. ലോഗിൻ ID പാസ്വേഡ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മെയിൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ പാസ്വേഡ് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെർവർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. സെർവർ ലൈവ് 3 ആണ്. അത് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് അക്കൗണ്ട് ഇവിടെ കാണിക്കും. ഇവിടെ കറക്റ്റല്ലേ ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ജസ്റ്റ് പാസ്വേഡിൽ എന്തോ ചെറിയ മാറ്റം വന്നിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് വർക്കിംഗ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ട്രേഡ് എന്ന് പറഞ്ഞ ഈ മൂലയ്ക്ക് ഉണ്ടാവും ട്രേഡ്. ഇടത്ത് സൈഡിലുള്ള മൂലയ്ക്ക് ട്രേഡ് എന്ന് കാണിക്കാം. അവിടെ നമ്മുടെ ബാലൻസ് കാണിക്കും. പിന്നെ നമ്മുടെ ചാർട്ടുകളൊക്കെ റണ്ണിങ് ആയിരിക്കും, നമ്മുടെ വാച്ച് ലിസ്റ്റൊക്കെ റണ്ണിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് വേണ്ടത് നമുക്ക് NSD USD മാത്രം മതി. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ NSD USD എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ NSD USD. അതിനുശേഷം നമുക്കിവിടെ ചാർട്ട് വിൻഡോ എന്നുള്ളത് പോയിട്ട് ഓപ്പൺ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ചാർട്ട് NSD/USDൻ്റെ ചാർട്ട് ഒന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ EUR/USD ആണെങ്കിൽ EUR/USD, GBP/USD, അതുപോലെ AUD/USD നിങ്ങൾക്ക് ഏത് പെയറും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ NSD/USD ആണ് ഒന്നുകൂടി എനിക്ക് തോന്നിയിരിക്കുന്നത്, അതുകൊണ്ട് അതാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബോട്ട് ഞാൻ എൻ്റെ റെഫറലെടുത്ത ആളുകൾക്ക് നിങ്ങൾ സ്റ്റാർട്ടേഡിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ബോട്ട് അയച്ചു തരുന്നതാണ്, ബോട്ടിൻ്റെ ഫയൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ബോട്ട് ഫയൽ സ്കാൽപ്പർ ബോട്ട് ലൈവ് എന്ന് പറഞ്ഞൊരു ഫയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഒരു പച്ച കളറ്, ഈ പച്ച ഐക്കണുള്ള ഫയലായിരിക്കും കിട്ടുക. അത് നിങ്ങളുടെ എന്ത് ചെയ്യുക, MT5 വന്ന ശേഷം ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ പോയ ശേഷം നിങ്ങൾ MQL5 എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ എക്സ്പേർട്ട് അഡ്വൈസറിൽ വന്നിട്ട് ഒന്ന് റിഫ്രഷ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കാണാം A to Z സ്കാൽപ്പർ ബോട്ട് റോബോട്ട് ലൈവ് എന്നുള്ളത്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ആൽഗോ ട്രേഡിങ് ഓണായി കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് വലിച്ചിടാം, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ടൈം ഫ്രെയിം ആണെങ്കിൽ 50 മിനിറ്റ് ആക്കാം, കാരണം നിങ്ങൾക്ക് നമ്മുടെ EMA 50 മിനിറ്റിലും ADX 1 അവറിലാണ്. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞാൽ EMA ഈ ചാർട്ടിൽ വരും. നമുക്ക് ടൈം ഫ്രെയിമിൽ ഇവിടെ പ്രാധാന്യമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് ആ ഒരു നമ്മൾ ബോട്ടിൽ കൊടുക്കുന്ന ആ ഇതിനായിരിക്കും വരിക. അപ്പോൾ ഇവിടെ A to Z സ്കാൽപ്പർ ബോട്ടിൽ ലൈവ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിടും. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നമ്മൾ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ആ സെറ്റിങ്സ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ട്രേഡ് ഡയറക്ഷൻ എന്നുള്ള ബൈ ഓൺലിയാണ്. നമുക്ക് രണ്ടും എടുക്കണം, ബോത്ത് എന്നുള്ളത് കൊടുക്കുക. കാരണം ബൈ സമയത്ത് ബൈയും സമയത്ത് സെല്ലും എടുക്കുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ബൈ മാത്രമാണ് കോൺഫിഡൻ്റ് എങ്കിൽ അത് വെക്കാം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് ലോട്ട്, നിങ്ങൾക്ക് ലോട്ട് സൈസ് സ്റ്റാർട്ടിങ് ലോട്ട്, ഇതൊരു മാർട്ടിംഗയിലും വന്നിട്ടുള്ള സ്റ്റാർട്ടാണ് കാണിക്കുക. സ്റ്റാർട്ട് ലോട്ട് നിങ്ങൾക്ക് 0.01 ആണുള്ളത്. മിനിമം നിങ്ങൾ 100 USD ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ എടുക്കേണ്ടത് 0.02 മാത്രമാണ്, അല്ലാതെ അതിൽ മുകളിൽ എടുക്കരുത്. കാരണം കറൻസി ആവുന്നതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആണ്. എന്നാലും 0.02 മുകളിൽ എടുക്കാതിരിക്കുക. അലോ മാർട്ടിംഗയിൽ നിങ്ങൾ ട്രൂ കൊടുക്കുക. അതിനുശേഷം ലോട്ട് മൾട്ടിപ്ലെയർ 1 തന്നെ കൊടുക്കുക, അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക. ഗ്രിഡ് ഗ്യാപ്പ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 പിപ്പ് വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ഗ്രിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 15 പിപ്പാണെങ്കിൽ 15 പിപ്പ് കൊടുത്താലും കുഴപ്പമില്ല, 15 പിപ്പ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഗ്രിഡ് ഓർഡറിൽ നിങ്ങൾക്ക് ഗ്രിഡ് ഓർഡർ എത്ര വേണം നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 മാക്സിമം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു 3 or 2 കൊടുത്താലും കുഴപ്പമില്ല, 4 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ട്രേഡ് ഇൻ എ ഡേ, അതൊന്നും നമ്മൾ വലിയ ഇത് കൊടുക്കേണ്ട, കാരണം അതിനനുസരിച്ച് ട്രേഡ് എടുക്കുള്ളൂ. TP ഡിസ്റ്റൻസ് ഞാനിവിടെ ഒരു 7 പിപ്പ് വ്യത്യാസത്തിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 15 പിപ്പാണ് ഗ്യാപ്പ് താഴേക്ക് ഓർഡർ എടുക്കാൻ. എന്നൊരു 7 പിപ്പ് വ്യത്യാസത്തിൽ ഒരു വരുമ്പോൾ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാസ്ക്കറ്റ് SL എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 50%, 25% ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ ഒരു 25 കൊടുത്തു. ബാസ്ക്കറ്റ് SL 25% എന്ന് പറഞ്ഞാൽ 100ൻ്റെ 25% $25. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മുടെ ട്രേഡ് ഇനാക്റ്റീവ് ആവും. ബാസ്ക്കറ്റ് SL 25 കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈ സ്റ്റോപ്പ് അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ് ആ പ്രൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനേബിൾ പോസ് ആഫ്റ്റർ SL അതും ഫോൾസ് ആണ്. നമുക്ക് SL അടിച്ചതിന് ശേഷം പിന്നീട് എടുക്കേണ്ട ടൈമൊക്കെയാണ്, അതൊക്കെ പിന്നെ ഇതിൽ വരുന്നില്ല, കാരണം ഇതിൽ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ ഈ സെയിം തന്നെയാണ്. അതിനുശേഷം യൂസ് ADX ഫിൽറ്റർ 1 അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ADX പീരിയഡ് 14 ആണ്. പിന്നെ ADX മിനിമം 10 അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസ് EMA ഫിൽറ്റർ ട്രൂ ആണ്. EMA പീരിയഡ് 50, EMA ടൈം ഫ്രെയിം 15 മിനിറ്റ്. ഇവിടെ EMA ക്ലോസ്, എനേബിൾ EMA ക്ലോസ് അത് ട്രൂ ആയി കൊടുക്കുക. ട്രൂ ആയി കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ EMAക്ക് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് എന്താവും, നമ്മൾ ട്രേഡ് ക്ലോസ് ആവും. പിന്നെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ട്രേഡ് എടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഇവിടെ ക്ലോസ് ട്രേഡ്സ് ഓൺ ഡെയിലി ഡോട്ട് ഓൺ. ഡെയിലി ഡോട്ട് ഓൺ ഞാൻ $100 ഡെപ്പോസിറ്റ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് $5 ഡെയിലി ലോസ് വന്നു കഴിഞ്ഞാൽ അന്ന് ട്രേഡ് പിന്നെ എടുക്കണ്ട, പിന്നെ നെക്സ്റ്റ് ഡേ മാത്രം മതി.
അതുപോലെ തന്നെ ഡെയിലി പ്രോഫിറ്റും ഞാൻ $5 5% മാത്രം. 5% എന്ന് പറഞ്ഞാൽ വലിയ പെർസെൻറ്റേജ് തന്നെയാണല്ലേ. 5% ഡെയിലി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ $5 ഡെയിലി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ട്രേഡ് എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എസ് എൽ അല്ല $5 മുകളിൽ SL വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ട്രേഡ് എടുക്കില്ല. ആ ഒരു ഇനാക്റ്റീവ് ആയിരിക്കും ബോട്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇത് $100 $5 എന്ന രീതിയിൽ നിങ്ങളിപ്പോൾ ഇനി അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സമയത്ത് മാത്രം ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ടൈം ലിമിറ്റേഷനൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സെറ്റിങ്സാണ് ഞാൻ സാധാരണയായിട്ട് കറൻസിയിൽ സെറ്റ് ചെയ്യാറ്. അപ്പോൾ 7 പിപ്പാണ് ടാർഗറ്റ്, 15 പിപ്പ് എന്ത് ചെയ്യും, താഴേക്ക് ഗ്രിഡ് പുതിയത് ഓപ്പൺ ചെയ്യും. SL ഇത് കാണിക്കൂല. SL 2 രീതിയിലാണ്. ഒന്നാമത് ബാസ്ക്കറ്റ് SL 25, മാക്സിമം 25 അല്ലെങ്കിൽ 15 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം, അതനുസരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്യണമെങ്കിൽ സേവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇവിടെ NSDUSD സെറ്റിങ്സൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം, സേവ് കൊടുക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യാതെ നിങ്ങൾക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രേഡ് എടുക്കൽ തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 0.02 എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ബൈ ട്രേഡ് ഓപ്പൺ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ EMAക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ ADX എന്ന് പറഞ്ഞത് ഇവിടെ 1 ഹവറിൽ നോക്കുകയാണെങ്കിൽ ADX മുകളിലാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇനി ഈ ഒരു 15 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു SL ആയിരിക്കും ഉണ്ടായിരിക്കുക. താഴെയാണ് ഈ ഒരു ക്ലോസിങ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഒരു ഇത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്നു. പിന്നെ ഓപ്പോസിറ്റ് സെൽ ട്രേഡ് ആയിരിക്കും നോക്കുന്നത്. അത് അതിൻ്റെ ഇതിനനുസരിച്ച് എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അനുസരിച്ചായിരിക്കും ട്രേഡ് എടുക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം $5 ഇതിൽ SL കൊടുത്തിരിക്കുന്നത്. മാക്സിമം $5 വന്നു കഴിഞ്ഞാൽ SL അടിക്കുന്നതാണ്. അതായത് പിന്നെ ആ ഒരു ദിവസത്തെ ട്രേഡ് എടുക്കുന്നതല്ല, പിന്നെ പിറ്റേ ദിവസമായിരിക്കും ട്രേഡ് എടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് സെറ്റിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ട്രേഡ് എടുക്കും. അതുപോലെ തന്നെ മാക്സിമം 0.02 ആണ്. നിങ്ങൾ തുടക്കത്തിൽ 0.01 ഒക്കെ വെച്ചാൽ മതി. ഞാൻ അതിൽ മാക്സിമം കൊടുക്കേണ്ടതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ 0.01 കൊടുത്താലും അതായിരിക്കും ഒന്നുകൂടിയും ബെറ്റർ ആയിട്ടുള്ളത്, നല്ലത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ 0.02 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടാതെ കൊടുക്കാതെ നോക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗോൾഡിൽ എങ്ങനെയാണ് മുമ്പ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും AUDUSD, NSDUSD, GBPUSD ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിലും ഇതേപോലെ തന്നെ പിപ്പ് സൈസ് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്രയാണത്തെ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും ഈ ബോട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള വേർഷൻ ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫറൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.